ഗസയിൽ പിഞ്ചുമക്കളെ കൊന്നൊടുക്കുന്ന പ്രധാനമന്ത്രി നെതന്യാഹുവിനെതിരെ ആഞ്ഞടിച്ച് ഇസ്രായേൽ പാർലമെന്റ് അംഗം പലസ്തീൻ പൗരൻ കൂടിയായ ഐമാൻ ഒദേഹാണ് പാർലമെന്റിൽ നെതന്യാഹുവിനെതിരെ ആഞ്ഞടിച്ചത്. നെതന്യാഹുവിനെ സമാധാനത്തിന്റെ സീരിയൽ കില്ലർ എന്നാണ് ഒദേഹം അഭിസംബോധന ചെയ്തത്. നെതന്യാഹു പാർലമെന്റിൽ ഇരിക്കുമ്പോഴായിരുന്നു ഒദേഹിന്റെ വിമർശനം. ഐമാൻ വിമർശനം നടത്തുമ്പോൾ നെതന്യാഹു പാർലമെന്റിൽ ഉണ്ടായിരുന്നു. ഇസ്രായേലിലെ രാഷ്ട്രീയ പാർട്ടിയായ ഹദാഷ് താൽ ലിസ്റ്റിന്റെ അധ്യക്ഷനാണ് ഐമാൻ ഒദേഹ്. ഗസയിലെ ഒരു ചെറുപ്പക്കാരന്റെ അനുഭവം പറഞ്ഞാണ് ഐമൻ തന്റെ പ്രസംഗം ആരംഭിച്ചത്. ബെഞ്ചമിൻ നെതന്യാഹു, ഗസയിൽ നിന്നുള്ള 32-കാരനായ അബു ഖുംസാൻ എന്ന ചെറുപ്പക്കാരന്റെ കഥ നിങ്ങളോട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. യുദ്ധത്തിന്റെ 2 മാസം മുമ്പാണ് അദ്ദേഹം വിവാഹിതനാകുന്നത്. പിന്നീട് അവർ കുടിയിറക്കപ്പെട്ടു. ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് അവർ മാറിക്കൊണ്ടേയിരുന്നു. വടക്കുനിന്ന് ദർ അൽ ബറയിൽ എത്തുന്നത് വരെ ഇത് തുടർന്നു. അതിനിടെ ആഗസ്റ്റ് 10 ശനിയാഴ്ച അവർക്ക് ഇരട്ട മക്കൾ പിറന്നു, ഒരാൺകുഞ്ഞും ഒരു പെൺകുഞ്ഞും, അസീറും അസീലും. വാക്കുകൾക്ക് അതീതമായ സന്തോഷമാണ് അവരന്ന് അനുഭവിച്ചത്. സിസേറിയന്റെ കടുത്ത വേദനയിലും അവരുടെ ഉമ്മ സന്തോഷത്താൽ മതിമറന്നു. പിന്നീട് ആഗസ്റ്റ് 13 അവരുടെ ജനന സർട്ടിഫിക്കറ്റ് വാങ്ങാൻ അയാൾ ആശുപത്രിയിലേക്ക് പോയി. സന്തോഷത്തിനിടക്ക് അവരുടെ ജനന സർട്ടിഫിക്കറ്റിന്റെ ചിത്രം അയാൾ ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തു. എന്നാൽ അവൾ പ്രതികരിച്ചില്ല. അതിനിടക്ക് അയൽവാസികൾ അയാളെ വിളിച്ചു. ഒരാളും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ആ വാർത്ത അയാൾ അറിഞ്ഞു. അയാളുടെ കുഞ്ഞുങ്ങളും അവരുടെ ഉമ്മയും താമസിച്ച ഫ്ലാറ്റ് ഇസ്രായേൽ ബോംബിങ്ങിൽ തകർന്നിരിക്കുന്നു. തന്റെ മക്കളുടെ ജനന സർട്ടിഫിക്കറ്റ് വാങ്ങി 10 മിനിറ്റിനകം അവരുടെ മരണ സർട്ടിഫിക്കറ്റും അയാൾ കൈപ്പറ്റി. വികാരാധീതനായി ഐമൻ പറഞ്ഞു തുടങ്ങി. നിങ്ങളുടെ സംവിധാനം ഗസയിലെ 17,385 കുട്ടികളെ കൊന്നൊടുക്കി. ഇതിൽ 825 പേർ 1 വയസ്സിന് താഴെ പ്രായമുള്ളവരാണ്. 35,055 കുട്ടികൾ അനാഥരായി. കൊല്ലപ്പെട്ടവരുടെ രക്തം നിങ്ങളെ വേട്ടയാടും. ഇത്രയൊക്കെ ചെയ്തിട്ടും രാജ്യാന്തര ക്രിമിനൽ കോടതി മുമ്പാകെ എന്തിനാണ് നിങ്ങൾ കുറ്റവാളിയാക്കപ്പെട്ടതെന്നാണ് നിങ്ങളുടെ ധിക്കാരത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നത്. നെതന്യാഹു, എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാട്? ഐമൻ ചോദിച്ചു. കഴിഞ്ഞ 30 വർഷമായി നിങ്ങൾ സമാധാനത്തിന്റെ സീരിയൽ കില്ലർ ആണ്, ഐമൻ തുറന്നടിച്ചു. പാർലമെന്റ് സമ്മേളനം നിയന്ത്രിക്കുന്ന സ്പീക്കർ പ്രസംഗം തടയാൻ ശ്രമിച്ചെങ്കിലും ഐമൻ ഒദേഹ് കടുത്ത വിമർശനം തുടർന്നു. ഉടൻ തന്നെ സ്പീക്കർ സുരക്ഷാ ജീവനക്കാരെ വിളിച്ചു വരുത്തുകയും ഐമനെ സ്ഥലത്തു നിന്ന് മാറ്റാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. പ്രസംഗം തടസ്സപ്പെടുത്തിയ സുരക്ഷാ ജീവനക്കാർ ബലം പ്രയോഗിച്ചാണ് ഐമനെ പ്രസംഗപീഠത്തിന് മുന്നിൽ നിന്ന് നീക്കിയത്. തന്റെ പ്രസംഗത്തിന്റെ മുഴുവൻ രൂപം അദ്ദേഹം തന്നെ ട്വിറ്ററിൽ പങ്കുവച്ചിട്ടുണ്ട്. പിഞ്ചുമക്കളെ കൊന്നൊടുക്കി കൊലവിളി നടത്തുന്ന നരാധമന്മാരുടെ പ്രവർത്തനത്തിനെതിരെ ജനരോഷം ലോകമെങ്ങും ഉയരുകയാണ്. ശേഷിക്കുന്ന ഉയരുയർത്തി ആർജവത്തോടെ ഫലസ്തീനികൾ നെതന്യാഹുവിന്റെ മുഖത്തു നോക്കി പോരാട്ടം തുടരുന്ന കഥകളാണ് പുറത്തു വരുന്നത്. ഇവയെല്ലാം നമ്മെ അറിയിക്കുന്നത് കൊല്ലാം പക്ഷേ തോൽപ്പിക്കാനാകില്ല എന്ന മുദ്രാവാക്യം തന്നെയാണ്.